1856 ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയ നാളിൽ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ സംസ്കൃത പണ്ഡിതനായ മാടനാശാൻ കുട്ടിയമ്മയ്ക്കും തേജസുറ്റ ഒരാൺകുഞ്ഞ് പിറന്നു. അതാണ് നാടോ എന്ന ഓമന പേരുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം നമുക്കായി കത്തിച്ച തിരിനാളമാണ് ഗുരുദേവ ദർശനം. ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾ കണ്ട് വേദനിച്ച ഗുരുദേവൻ ഗുരുദേവ ദർശനം എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ ഭ്രാന്താലയമായിരുന്ന നമ്മുടെ ഈ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. പണ്ട് 1888 ശിവരാത്രി നാൾ അരുവിപ്പുറം എന്ന ഗ്രാമം. പുലർച്ചെ നാട്ടുകാർ നോക്കി നിൽക്കെ ഗുരുദേവൻ ഒരു പുഴയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് നമഃശിവായ എന്ന മന്ത്രം ചൊല്ലി പ്രതിഷ്ഠ നടത്തി. നാടിളകി. മേൽജാതിക്കാർ ഓടി വന്ന് ചോദിച്ചു, ശൂദ്ര, നീ എന്ത് അധികാരത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്? ഗുരു ശാന്തമായി പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയല്ല, മനുഷ്യ ശിവനെയാണ്. അന്ന് ഗുരു തകർത്തത് ഒരു കല്ലിനെയല്ല, 1000 വർഷം പഴക്കമുള്ള ജാതി വ്യവസ്ഥയെയാണ്. ആ ക്ഷേത്രത്തിൽ ഗുരു എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതാണ് ഗുരുദേവ ദർശനത്തിന്റെ തുടക്കം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രദ്ധിക്കണം, ഗുരു ഹിന്ദുവിന് എന്ന് പറഞ്ഞില്ല, മനുഷ്യന് എന്നാണ് പറഞ്ഞത്. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ആ ദർശനം. നമ്മളൊരു ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിൽ പോയി നോക്കൂ. അവിടെ ഈഴവന്റെ രക്തമെന്നോ നമ്പൂതിരിയുടെ രക്തമെന്നോ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആശുപത്രിയിൽ ജാതി നോക്കാത്ത നമ്മൾ എന്തിനാണ് പുറത്തിറങ്ങുമ്പോൾ ജാതിയുടെ പേര് പറഞ്ഞ് തല്ലുകൂടുന്നത്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഗുരുദേവൻ ക്ഷേത്രങ്ങൾ മാത്രമല്ല പണിതത്, അദ്ദേഹം വാവൂട്ട് യോഗം നടത്തി, മതമഹാസമ്മേളനം വിളിച്ചുകൂട്ടി, എല്ലാ മതക്കാരെയും ഒരു വേദിയിലിരുത്തി. എന്തിനാ? വഴക്കുണ്ടാക്കാനല്ല. നിങ്ങളുടെ മതം നിങ്ങളെ നല്ല മനുഷ്യരാക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. ഉണ്ടെങ്കിൽ ആ മതം മതി. മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ വെല്ലുവിളിക്കുന്നവന്റെ മതം ഏതായാലും അത് ചീത്ത മതമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക. വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ പോരാ എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. വിശപ്പിന് വിഭൂതി മരുന്നല്ല. അതുകൊണ്ട് അദ്ദേഹം സ്കൂളുകൾ തുറന്നു, നെയ്ത്തുശാലകൾ തുടങ്ങി, കൃഷി ചെയ്യാൻ പറഞ്ഞു. ഒരു കൈ കൊണ്ട് പ്രാർത്ഥിക്കുക, മറു കൈ കൊണ്ട് അധ്വാനിക്കുക എന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഫോൺ തുറന്നാൽ കാണാം, ജാതിയുടെ പേരിൽ കൊല, മതത്തിന്റെ പേരിൽ യുദ്ധം, ലഹരിക്കടിമപ്പെട്ട യുവത്വം. ഗുരുദേവൻ 150 വർഷം മുമ്പേ ലഹരിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. കള്ളുകുടിയന്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ല, കുട്ടികളുടെ കണ്ണീരിന് കുറവുമില്ല. എന്നാൽ ഇന്ന് ലോകം AI കുറിച്ച് സംസാരിക്കുന്നു. AI വരുന്നതിന് മുൻപ് HI, ഹ്യൂമൻ ഇന്റലിജൻസ് അഥവാ മനുഷ്യ ബുദ്ധി നന്നാകണമെന്നാണ് ഗുരുദേവ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരുദേവൻ നമ്മോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്, നീ മനുഷ്യനാണോ? ആ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ജാതിയും മതവും മറന്ന് സ്നേഹിക്കാൻ പഠിക്കണം. ഗുരുദേവ ദർശനം ഒരു പുസ്തകത്തിലെ തത്വമല്ല, അത് ജീവിക്കാനുള്ള വഴിയാണ്. 1928
കണ്ണടച്ചത്. പക്ഷേ നമുക്ക് കണ്ണ് തുറന്നു തന്നിട്ടാണ് പോയത്. ഇനി ഉറങ്ങാൻ പാടില്ല. ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ആ കടമ നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഗുരുദേവ. നന്ദി, നമസ്കാരം.